കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബ്ലാക്ക് സർഫേസ്, 2 എമിസീവ് പവർ, 3 എമിസിവിറ്റി, ഗ്രേ സർഫേസ്. ബ്ലാക്ക് സർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സർഫേസ് ദാറ്റ് അബ്സോർബ് ഓൾ റേഡിയൻ്റ് എനർജി ഫോളിങ് ഓൺ ഇറ്റ്. ബ്ലാക്ക് സർഫേസ് എമിറ്റ് ചെയ്ത റേഡിയേഷൻ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയും. ദെൻ നമുക്കറിയാം എല്ലാ റേഡിയേഷൻ എമിറ്റഡ് ബൈ ഓൾ റിയൽ സർഫേസസ് ആർ ലെസ് ദാൻ റേഡിയേഷൻ എമിറ്റഡ് ബൈ ബ്ലാക്ക് സർഫേസ്. ഇപ്പോൾ EB ആണ് ബ്ലാക്ക് സർഫേസിൻ്റെ എമിഷൻ എങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ E ആണ് റിയൽ സർഫേസിൻ്റെ എമിഷൻ. ഓക്കെ, ദെൻ എമിസീവ് പവർ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു. എമിസീവ് പവർ ആണ് ടോട്ടൽ റേഡിയൻറ്റ് ഫ്ലക്സ് emitted by a surface is called emissive power. It is known as E is the emissive power. Then emissivity, it is a ratio of E power EB, which is denoted by epsilon. E is the total emissive power of a real body. EB is the total emissive power of a black body. So the ratio is denoted by epsilon, which is the emissivity, whose value is in between 0 and 1. Then we have also seen what is gray surface. Gray surface means a surface whose epsilon lambda value is constant for all wavelength. It doesn't change. Okay, so ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സർഫേസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ദാറ്റ് ഈസ് അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി. എന്താണ് അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്മിസിബിലിറ്റി എന്നത്? ഓക്കെ, സോ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാണ് അവിടെ. ഇപ്പം നമുക്കറിയാം ഒരു സർഫേസ് ഉണ്ട്. ആ സർഫേസിൻ്റെ മുകളിലേക്ക് വരുന്ന റേഡിയേഷൻ, ഇൻസിഡൻറ്റ് റേഡിയേഷനെ നമ്മൾ G എന്ന് ഡിനോട്ട് ചെയ്യും. G എന്ന് പറഞ്ഞാൽ ഇറേഡിയേഷൻ എന്നാണ്. അതായത് ഒരു സർഫേസിൻ്റെ മുകളിൽ പതിക്കുന്ന എല്ലാ റേഡിയേഷൻ്റെയും ടോട്ടലിന് നമ്മൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ, അത് നമ്മൾ ഇറേഡിയേഷൻ എന്ന ടെക്നിക്കൽ ടേം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക എന്നാണ് പറയാൻ. ഇറേഡിയേഷൻ എന്നാണ് അതിൻ്റെ നെയിം. അതിനെ G എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ G ഈസ് ദ ഇറേഡിയേഷൻ. ഈ ഇറേഡിയേഷൻ നമ്മളിപ്പോൾ ഒരു സർഫേസിന് മുകളിൽ, ഇപ്പം ഒരു സർഫേസിന് മുകളിൽ ലൈറ്റാണ് പതിക്കുന്നതെങ്കിൽ ഒന്നുകിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നടക്കുക. സോ ഇത് ലൈറ്റാണെങ്കിൽ അത് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ റേഡിയേഷനാണ്, ഇവിടെ ഇപ്പം തെർമൽ റേഡിയേഷനാണ്. തെർമൽ റേഡിയേഷൻ്റെ കേസിൽ ഇൻസിഡൻറ്റ് റേക്ക് 3 ഡിവിഷൻ ഉണ്ടാകുക. ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും, നേരത്തെ കണ്ട പോലെ. പക്ഷേ ഇവിടെ അത് രണ്ടും അല്ലാതെ വേറൊരു പാർട്ടിന് അബ്സോർപ്ഷൻ കൂടെ നടക്കും. സോ ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു പാർട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ സപ്പോസ് 100 watt per meter square ആണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സോ ദിസ് ഈസ് ദ G മീൻസ് ഇറേഡിയേഷൻ. 100 watt per meter square ആയിരിക്കുക. ലെറ്റ്സ് എ റിഫ്ലക്റ്റഡ് പാർട്ട്, G reflected is 25, then transmitted is 25 watt per meter square. അങ്ങനെയാണെങ്കിൽ absorbed will be 50 watt per meter square. ഓക്കെ, സോ ടോട്ടൽ ഇതിൻ്റെ മൂന്നിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എത്രയാണോ ഈ റേഡിയേഷൻ അത് കിട്ടും. സോ G is equal to 100 which is equal to 25 equal to 25 plus 50. So ടോട്ടൽ എത്ര പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത പാർട്ട്, അബ്സോർബ് ചെയ്ത പാർട്ട്, ട്രാൻസ്മിറ്റ് ചെയ്ത പാർട്ട്, reflected part plus transmitted part plus absorbed part will be irradiation. ഓക്കെ, സോ ഈ ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കൽസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ ഇതിന് പാർട്ട് ഈ G ഇപ്പോൾ നമുക്കിവിടെ 3 ടേംസ് ഡിഫൈൻ ചെയ്യാനുണ്ട്. ഈ G എന്നത് ഇറേഡിയേഷനാണ്. ഈ Gയുടെ എത്ര പാർട്ട് അബ്സോർബ് ചെയ്തു, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എത്ര പാർട്ട് അബ്സോർബ് ചെയ്തു, അതിന് നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എന്ന് വിളിക്കും. ദെൻ Gയുടെ എത്ര പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു അതിനെ നമ്മൾ റിഫ്ലക്റ്റിവിറ്റി എന്ന് വിളിക്കും. ആ Gൻ്റെ എത്ര പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു അതിനെ
ട്രാൻസ്മിസിബിലിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ജീൻ്റെ എത്ര പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു അത്രയും അതിന് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വിളിക്കും. ട്രാൻസ്മിസിബിലിറ്റി. ഓക്കെ, സോ വി ഹാവ് അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എത്ര പാർട്ട് അബ്സോർബ് ചെയ്തു, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എത്ര പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എത്ര പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. സോ ഇത് മൂന്നിനെയും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷനെ 3 ഫ്രാക്ഷനാക്കി മാറ്റാം. സോ 3 ഈ അബ്സോർപ്റ്റിവിറ്റി നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും, റിഫ്ലക്റ്റിവിറ്റി നമ്മൾ റോ എന്ന് ഡിനോട്ട് ചെയ്യും, ട്രാൻസ്മിസിബിലിറ്റി നമ്മൾ ടോ എന്ന് ഡിനോട്ട് ചെയ്യും. So always alpha will be less than 0 to 1, rho will be less than 0 to, so alpha will be in between 0 to 1, rho will be in between 0 to 1, tau will be in between 0 to 1. Okay, so നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സർഫേസ് എന്ന് വെച്ചാൽ നമുക്കറിയാം പെർഫെക്റ്റ് അബ്സോർബർ ആണ്. സോ ആൽഫ വിൽ ബി ഈക്വൽ ടു 1, റോ വിൽ ബി ഈക്വൽ ടു 0, ടോ വിൽ ബി ഈക്വൽ ടു 0 ഇൻ കേസ് ഓഫ് എ ബ്ലാക്ക് സർഫേസ്. ഇപ്പോൾ ഒപ്പാക്ക് സർഫേസ് ആണെന്നിരിക്കും, ഒപ്പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. So it will be, its tau will be 0. So we can say rho plus alpha equal to 1. This is for opaque body. Okay, objective exam നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, for an opaque body tau plus alpha is 1 or tau plus rho is 1. So അങ്ങനെ 4 ഓപ്ഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എത്ര പാർട്ട് ജി എന്നതാണ് ടോട്ടൽ റേഡിയേഷൻ, അതിന് 3 പാർട്ടായിട്ട് പോകുന്നു. അബ്സോർബ്ഡ്, രണ്ടാമത്തത് റിഫ്ലക്റ്റഡ്, മൂന്നാമത്തത് ട്രാൻസ്മിറ്റഡ്. സോ എത്ര പാർട്ട് അബ്സോർവ് ചെയ്തു, എത്ര പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു, എത്ര പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു, അതിന് ഫ്രാക്ഷൻ 0 to ഇൻ ബിറ്റ്വീൻ 0 to 1 നമ്മൾ അതിനെ ഫ്രാക്ഷനാക്കി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾ അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ന്യൂമറിക്കൽ നോക്കാം. ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് കോംപ്ലക്സ് ന്യൂമറിക്കലാണിത്. ഓക്കെ, ബാക്കി ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, so let me first read the question. Thermal radiation strikes a surface which has a reflectivity of 0.55, reflectivity തന്നിട്ടുണ്ട്, and transmissibility of 0.032. ട്രാൻസ്മിസിബിലിറ്റി തന്നിട്ടുണ്ട്. ഒരു സർഫേസിൻ്റെ മുകളിൽ തെർമൽ റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യാണ്, അതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി തന്നിട്ടുണ്ട്, ട്രാൻസ്മിസിബിലിറ്റി തന്നിട്ടുണ്ട്. The absorbed flux as mentioned indirectly by heating effect work out to be 95 watt per meter square. അത് എത്ര ഫ്ലക്സ് അബ്സോർബ്ഡ് തന്നിട്ടുണ്ട്, ഫ്ലക്സ് അബ്സോർബ്ഡ് ഈക്വൽ ടു 95 watt per meter square. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തെർമൽ റേഡിയേഷൻ സ്ട്രൈക്സ് എ സർഫേസ് വിച്ച് ഹാസ് റിഫ്ലക്റ്റിവിറ്റി ഓഫ് 0.55, ട്രാൻസ്മിസിബിലിറ്റി ഓഫ് 0.32. അബ്സോർബ്ഡ് ഫ്ലക്സ് അവർ മെഷർ ചെയ്തിട്ടുണ്ട് ബൈ ഹീറ്റിംഗ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. എത്ര അബ്സോർബ് ചെയ്ത് അത് എത്ര മെഷർ ചെയ്തു എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, 0.95 watt per meter square. You are asked to find out, what you are asked to find out, determine the rate of incident flux. Determine the rate of incident fluxിൻ്റെ റേറ്റ് എത്ര. ഇൻസിഡൻറ്റ് ഫ്ലക്സ് നമുക്കറിയാം എന്താണെന്ന് ചോദിച്ചത്, ഇറേഡിയേഷൻ അഥവാ ജി. ഇൻസിഡൻറ്റ് ഫ്ലക്സ് എത്ര, ഇറേഡിയേഷൻ എത്ര, ജി എത്ര എന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യനിൽ റിഫ്ലക്റ്റിവിറ്റി തന്നിട്ടുണ്ട്. റിഫ്ലക്റ്റിവിറ്റി ഈസ് റോ ഈസ് ഈക്വൽ ടു 0.55, then transmissibility tau is equal to 0.032, then you are asked to then heat absorbed is 95 watt per meter square. You are asked to find out G radiation. What is G? Okay, now the question which is we know this value, heat absorbed, so we can actually write one equation. What is absorptivity? Alpha is equal to flux absorbed divided by irradiation or total incident radiation. Okay, so alpha is flux absorbed divided by total irradiation or total incident radiation. What you are asked to find out, this irradiation. You know this value, you don't know this value. Alpha you don't know, you have to find out irradiation. How do we do it? First we need to find alpha. How we will find out alpha? We know tau plus rho plus tau plus alpha is equal to 1. That is a fraction of transmissibility plus absorptivity plus reflectivity is 1. These two values are given, that is 0.55 plus 0.32 plus alpha is equal to 1. So alpha will be
1 minus 0.55 plus 0.032. Okay, so alpha you will be getting 0.418. Minus this value, 1 minus 0.155 plus 0.32. So you got alpha. Now we know alpha is equal to incident flux absorbed divided by G. So G is equal to flux absorbed divided by alpha. You may please plug in the value of 95 heat absorbed divided by alpha 0.418. You will be getting the value of G. Now please find out the value of G using this. Okay, thank you.